ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ളൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. സാധാരണ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ കടയിൽ പോയി വാങ്ങിച്ചിട്ട് നമ്മൾ വീടും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാറാണല്ലോ. ഇത്തവണ വളരെ ഈസിയായി കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ചെയ്യേണ്ടത് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു ബൗൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു റൗണ്ട് വരച്ചെടുക്കാം. ബൗളോ അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത ശേഷം നമ്മൾ ഈ റൗണ്ട് ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് അത് ഫോൾഡ് ചെയ്യാം. വീണ്ടും സൈഡ് ഒന്ന് നമ്മൾ സെൻറ്ററിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു പെൻസിൽ എടുത്തിട്ടൊന്ന് അടയാളപ്പെടുത്തുക. ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ നമ്മളൊന്ന് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ പോയിൻറ്റ്സ് തമ്മിൽ നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചെടുക്കുക. ഒരു എക്സ് പോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് അവിടെ ഇതേപോലെ ഒന്ന് പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ പിന്നെ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് സൈഡിൽ ഇങ്ങനെ ഇതേപോലെ വരയ്ക്കുക. വരച്ച ശേഷം ആ സൈഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതുപോലെ ഒരു 3 തവണ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോ കോർണർ ടു കോർണർ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തൊന്ന് പെൻസിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് ഡയമെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാറിന് ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സ് ഒന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മൾ ആ രണ്ട് കോർണറിൻ്റെ നടുക്കുള്ള ആ ഒരു ലൈൻസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ആ സ്റ്റാറിൻ്റെ ആ ഒരു കോർണർ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമുക്കിതൊന്ന് ഗ്ലിറ്റർ ഷീറ്റിലേക്ക് വരച്ചെടുക്കണം. ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളത് വരയ്ക്കുക. നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് നിവർത്തിയിട്ട് വീണ്ടും ഒന്നുകൂടെ ട്രേസ് ചെയ്യുക. ഇങ്ങനെ ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്ത ശേഷം നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് ഈ ഡിസൈൻ ഒന്ന് വെട്ടിയെടുക്കണം. ഇങ്ങനെ വെട്ടിയെടുത്ത ശേഷം നമ്മൾ സ്റ്റാറിന് പുറത്തുള്ള ആ ഒരു ലൈന് കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കുക. ഇങ്ങനെ വെട്ടിയെടുത്ത ശേഷം നമ്മൾ കോർണർ ടു കോർണർ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിൽ. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് അയൺ ബോക്സിൻ്റെ പുറകിൽ ഇങ്ങനെ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ നോക്കുക ശരിയായോ എന്നുള്ളത്. ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു ഫോൾഡ് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ അയൺ ബോക്സിൻ്റെ പുറകിലൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം അതിൻ്റെ പുറകു വശത്തെ പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ 2 സൈഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഫോൾഡ് ചെയ്യേണ്ടത്. ഗ്ലിറ്റർ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ബാക്ക് വശം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഗ്ലിറ്റർ ഒന്നും ഇല്ലാതെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും.
ഇങ്ങനെ നമ്മളൊരു 3 ഫോൾഡ് പുറകിലും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് സൈഡിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അയൺ ബോക്സിൻ്റെ അവിടെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ സൈഡിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈ തട്ടിയിട്ട് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കുറേശ്ശെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് അയൺ ബോക്സിൻ്റെ അവിടെ വെച്ചപ്പോൾ എൻ്റെ കൈ അവിടെ തട്ടി 2-3 തവണ. അതിനുശേഷം ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഫുള്ളായിട്ട് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. 2 സൈഡിൽ നിന്നും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് ഒരുമിച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് എന്നിട്ടൊന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പിടിക്കാനുള്ള ഒരു ഇത് കിട്ടും. അങ്ങനെയാണ് ഞാനിന്ന് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ ഓരോന്നായിട്ടാണ് ചെയ്തത്. ഇപ്പം ഒരേ ടൈമിൽ തന്നെ നമുക്ക് 2 എണ്ണം ഫോൾഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അയൺ ബോക്സ് മാറ്റി വെക്കാം. ഇനി ഇവിടെ കുറച്ച് ഗ്ലൂ ഗണ്ണ് ചെയ്ത ശേഷം നമ്മൾ മറ്റേ ഫോൾഡ് അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ആ ചെറിയ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗം ചെയ്തിട്ട് പിന്നെ മറ്റേ അതിൻ്റെ ഒരു ഭാഗം കുറച്ച് വലുതൊരു ഭാഗം ചെറുതുമായിരിക്കും. അപ്പോൾ ആ ചെറിയ ഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് ചെയ്തിട്ട് വലിയ ഭാഗം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ സ്റ്റാറിൻ്റെ എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റാറും കൂടെ ഉണ്ടാക്കിയ ശേഷം നമുക്കിനി ഇതൊന്ന് ജോയിൻ ചെയ്യണം. ഇങ്ങനെ എല്ലാ സൈഡും നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ സ്റ്റാർ ഒന്ന് ട്രീയിലൊക്കെ ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഒരു സാധനം എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ കുറച്ചൊന്നൊരു ഗമ്മ് തേച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ആ 2 സ്റ്റാർ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ റിബൺ വെക്കാൻ മറന്നുപോയതാണ്. അല്ലെങ്കിൽ അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മൾ ആ ഒരു ജോയിൻ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഫോൾഡ് ആകുമ്പം എന്തായാലും ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആകുമ്പം അത്ര ഒരു ഫോൾഡ് അവിടെ കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് തന്നെ നമ്മൾ ആ ഷീറ്റിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ്, ഒരു തിന്നായിട്ടുള്ളൊരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് നമ്മളൊരു ബോർഡർ പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു നല്ലൊരു ഇത് കിട്ടും, ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ സൈഡും അതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല പഫി ആയിട്ട് നിൽക്കും, വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല പഫി ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ 2 സ്റ്റാർ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടനോ എന്തെങ്കിലും ഒന്ന് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പഫി ആയിട്ട് നിൽക്കും. ഇപ്പോൾ തന്നെ നല്ല ആ ഒരു പൊങ്ങി നിൽക്കും. കാരണം നമ്മൾ ആ അയൺ ചെയ്തിട്ട് ആ ഫോൾഡൊക്കെ ശരിക്കുള്ളതുകൊണ്ടാണ് അതിങ്ങനെ ഉള്ളോട്ട് പോവാതെ നല്ല പൊങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മൾ കുറഞ്ഞ ചിലവിൽ വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റാർ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.